മിമിക്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു മരുന്നാണ്. എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇത് വാങ്ങിച്ചൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. മിമിക്രി അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മിമിക്രി തന്നെ വളരും. അല്ല, ഞാനൊരു മിമിക്രിക്കാരനാണ്. ആഹാ, അതെ, മിമിക്രിക്കാരനാണ്. അതെ അതെ. ചേട്ടാ, മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവതരിപ്പിക്കാനുള്ള മിമിക്രി അല്ല, ഇത് പ്രത്യേക കഴിവുള്ള മരുന്നാണ്. അതെ അതെ അതെ, മരുന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്യും. അപ്പൊ അതിന് പറ്റുന്ന ഒരു മരുന്നുണ്ടാന്ന് നോക്കുക. ശരി, താങ്കളുടെ കഴിവുകൾ കണ്ടിട്ടാവാം എന്റെ മരുന്ന് കഴിക്കല്. ആദ്യമായിട്ട് എന്തൊക്കെയാണ് എന്റെ കഴിവുകൾ, അതൊന്ന് കാണാം. അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അത് ശരി. ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ കണ്ടറിയാം ഒരു ചിമ്പാൻസി ഉടലെടുത്താണെന്ന്. ഇപ്പൊ എന്നെ കണ്ടിട്ടെങ്കിൽ ഒരു പുലിയുടെ ലുക്കില്ലേ? ശരിയാ, ഫ്രണ്ടിൽ കഴുതാനും കൂടെ ചേരണം, കഴുതപ്പുലി. അത് ഓക്കെ. അപ്പൊ ഇതുപോലെ ഓരോ അവതാരകർക്കും ഓരോ മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ശരി. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണാടി അവതരിപ്പിക്കുന്ന TN ഗോപകുമാറിന് ശരിക്കും എരുമയുടെ ശബ്ദവുമായിട്ടാണ് സാമ്യം. അതെ അതെ, കണ്ണാടി അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. എരുമയുടെ ശബ്ദം. അതെ അതെ, നല്ലതാണെങ്കിൽ ഞങ്ങൾ കൈയടിക്കും. ഓക്കെ 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 ഓക്കെ, ശരി. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. ഖത്തറിൽ നിന്നും നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടന്റെ വായന കൊള്ളാം, പക്ഷെ താടി ഒന്ന് വടിച്ചു പോകണം. ഈ ആവശ്യത്തിലേക്ക് ഒരു റിയാലും അയച്ചു തന്നിട്ടുണ്ട്. മാന്യ പ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്. ഇതുപോലെ എരുമയുടെ സാമ്യമുള്ള ഒരു ഗായകനുണ്ട്. ജാസി ഗിഫ്റ്റ്. അതെ അതെ അതെ, അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടിയൊരുക്കിയ കുട്ടിക്കാലമോർത്തു ഞാൻ മധുരമാ. കണ്ടോ? ഇനി വ്യത്യസ്തമായിട്ട് ഇനി വേറൊരു ഗായകനുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷിയായിട്ടാണ് സാമ്യം. MG ശ്രീകുമാർ. ശരി. കോഴിയിൽ നിന്നുണ്ടാവുന്ന എങ്ങനെയെന്ന് കണ്ടോ? MG ശ്രീകുമാർ കോഴിയായിട്ട് മാറുന്നു. മാന്യ പ്രേക്ഷകർക്ക് സരിഗമ പതിനിശയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 10,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ. ഇയാളെന്താ പുറകിൽ നോക്കണേ? അല്ല, കുറച്ചു നേരമായി കൊക്കാൻ തുടങ്ങിയിട്ട് മുട്ടയിട്ട് നോക്കിയതാ. അപ്പൊ ഇതുപോലെ വേറൊരാളുണ്ട്, ആറ്റുകാൽ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഷാപ്പിലെ പൂച്ചയുടെ രൂപവും ശബ്ദമാണ്. മറ്റേ ജ്യോതിഷൻ. ശരി, പോരട്ടെ. അദ്ദേഹത്തിന് പൂച്ചയുടെ ഒരു ഫിഗറാണ്. പൂച്ചയുടെ ഫിഗർ അതെങ്ങനെയാണ് കണ്ടോ? തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ തിരുവാതിര കളിക്കാരായിരിക്കും. ഇവർ തിരുവാതിര കളിക്കുമ്പോൾ മൂലസ്ഥാനം ഭൂമിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മൂട് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് കീറിപ്പോയ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ മതി. രോഹിണി നക്ഷത്രം. രോഹിണിക്ക് രാത്രി ചന്ദ്രന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് രോഹിണി ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് രോഹിണി ചന്ദ്രന്റെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുക. അടുത്തത്, ഈ ശബ്ദം കേട്ട കോൾമേർ കൊള്ളും. പക്ഷെ എന്ത് മൃഗമാണെന്ന് ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ആരാന്നറിയോ? സൂപ്പർ സ്റ്റാറാ. മമ്മൂട്ടി ഒന്നല്ല, മോഹൻലാൽ. അതിനേക്കാളൊക്കെ സൂപ്പറാ. മറ്റേ ഹിന്ദിയിലെ മൃദുക്ക് ദോഷം. എന്തുട്ട്? മൃദുക്ക് ദോഷം. നിന്റെ ഹൃദയത്തിന് ദോഷം. ഈ ശബ്ദം കേട്ടാൽ മതി ഏത് മൃഗം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി. ഇത് ഏത് മൃഗമാണെന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതുപോലെ എനിക്ക് സുരേഷ് ഗോപിക്കുള്ള ഒരു ഗുളിക ഉണ്ടെങ്കിൽ തന്നെ. മോനെ, സുരേഷ് ഗോപിക്കുള്ള ഗുളികയുടെ പ്രശ്നം എന്താണെന്നറിയോ? സുരേഷ് ഗോപിക്കുള്ള ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലാണ് ഇതിന്റെ പരിവർത്തനം. മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചാൽ മതി, മൃഗത്തിൽ നിന്ന് വന്നാൽ മതി. മോനെ, ഈ ഗുളിക കഴിച്ചാലുള്ള പ്രത്യേകത, ഗുളിക പിടിച്ച് ഈ ഗുളികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഉണ്ടായത് കുരങ്ങിൽ നിന്നാണല്ലോ. അപ്പൊ കുരങ്ങിൽ നിന്നുണ്ടായി ആദ്യം മനുഷ്യനായി, അവിടെ നിന്നും സുരേഷ് ഗോപിയിലേക്ക് പരിണാമം ചെയ്യും. ഓഹോ, അപ്പൊ ആദ്യം കുരങ്ങാവും, പിന്നെ ചിമ്പാൻസിയാവും, പിന്നെ ആദ്യം മനുഷ്യനോ, പിന്നെ സുരേഷ് ഗോപിയാവും. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. സുരേഷ് ഗോപി ആവും നോക്കാം. ഒരു ചെറുപ്പക്കാരൻ കുരങ്ങായി മാറുന്നത് നമുക്കിപ്പോ കാണാം. ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, ദ അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾ ബട്ടഡ് കുന്നേൽ ഔദക്കുട്ടി, ദ ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ഐക്കോൺ കുന്നേൽ മത്തച്ചൻ. എന്റെ അപ്പച്ചനെ പറയുന്നു കുത്തിയത്. ഈ കൂട്ടത്തിലേത് തന്തയ്ക്ക് പിറക്കാത്തവനാണെങ്കിലും അവനൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും വിധി പറയുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.
മോനെ കലക്കി 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 സൂപ്പർ ആയിട്ടുണ്ട് മോനെ. എന്റെ ഒരു 2-3 ഗുളികയുണ്ട്. ഇതെല്ലാം രൂപമാറ്റം വരുന്നതാ. നടന്മാരുടെ രൂപങ്ങളായി മാറും. രൂപങ്ങളായിട്ട് വരും. അപ്പൊ ഇത് കഴിച്ചിട്ട് ഞാൻ വരാം. ഇതൊന്ന് കഴിച്ചിട്ട് വരും. പ്രിയമുള്ളവരെ, ഇനിയും കടന്നു വരാം, ഇനിയും കടന്നു വരാം. അത് എന്റെ പൊന്നോ, ഒരു പ്രസ്ഥാനമാണല്ലോ വന്നത്. ഈശ്വര, നോക്കി ഇന്നില്ലെങ്കിൽ ഇപ്പൊ റോളർ കയറി പോലെ ആവുമല്ലോ. ഹലോ മോനെ, ഇവിടെ വന്നേ. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ ഒരു മിനിറ്റ്, ഞാനൊരു മരുന്നേ. ഹലോ, കുറെ നേരമായിട്ടോ ഹലോ ഹലോ എന്ന് വെക്കണേ. ഹലോ, ഞാനൊരു മരുന്ന് മോന് തരാം. ഒരു മരുന്ന് തരാം. മരുന്ന് മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരുന്നാണ്. ഈ മരുന്ന് കഴിച്ച് വേണ്ട, ചിലപ്പോ ശരിയാവത്തില്ല. എന്നാ മോൻ ഗായകനാകുന്ന മരുന്ന് തരാം. ഗായകനാകാനുള്ള മരുന്ന് തരാം. അതൊക്കെ നടക്കത്തില്ല ഏട്ടാ, അതൊക്കെ വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ഇപ്പൊ നീ കണ്ടില്ലേ, ഇത്രയും മുമ്പ് പാടിയിട്ട് പോയില്ല, മാർക്കോസ് ചേട്ടൻ പാടിയിട്ട് പോയി. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തരികടയല്ലേ. എടാ, ഈ ഗുളി കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതുപോലെയൊക്കെ പാടാൻ പറ്റും. അദ്ദേഹത്തെ പോലെയൊക്കെ പാടാൻ പറ്റും. എനിക്ക് അങ്ങനെ ഇങ്ങനൊന്നും വെറുതെ പാടണ്ട. എനിക്കിപ്പോ ഇവിടെ വന്ന നമ്മുടെ മാർക്കോസ് ചേട്ടനെ പോലൊക്കെ പാടാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ഗുളിക തന്നെ. നീ ഇതൊന്ന് കഴിച്ചിട്ട് നീ ഒന്ന് പാടി നോക്ക്. ഇതാ ഉറപ്പാണ്. നീ പാടി നോക്ക്, അല്ലെങ്കിൽ ഈ ജനങ്ങൾ കൈയടിക്കൂലേ എന്ന് കണ്ടു നോക്ക്. മാർക്കോസ് ചേട്ടന്റെ സൗണ്ട് കിട്ടും. നീ ഗുളിക കഴിക്കേ. കണ്ടോ, ഇപ്പൊ തന്നെ റെഡിയാവും. മാറ്റങ്ങൾ വന്നു തുടങ്ങി. മാർക്കോസ് ചേട്ടൻ നിൽക്കുന്നു. ചേട്ടാ പ്ലീസ് ഒന്ന് വന്ന് ഈ പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി. ചേട്ടന്റെ ഗുളി കഴിച്ച് എനിക്ക് പറ്റി. താങ്ക് യു. സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരുത്തിന് ഞാൻ രൂപമാറ്റം ചെയ്യാനുള്ള ഗുളിയെ കൊടുത്തു വിട്ടേക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇനി വേറെ വല്ല പാട്ടുകാരുടെ ഗുളിയെ തന്നെ വേറെ എന്ന് പറഞ്ഞ മോനെ, എസ്പിയുടെ ഗുളിയുണ്ടോ? മോനെ ഹണീബി ഉണ്ടായിരുന്നു. ഇച്ചിരി ചേട്ടൻ അടിച്ചിട്ട് ബാലൻസ് വെച്ചിട്ടുണ്ടാവും. ഹണീബി അത് അടിക്കുന്ന സാധനമല്ലേ, ഇത് പാടുന്ന സാധനം. എസ് പി ബാലസുബ്രഹ്മണ്യം. എന്നാ അങ്ങനെ പറയണ്ടേ. ഇതാ അങ്ങ് കഴിച്ചോ. ഇത് കഴിച്ചോ. നീ റെഡി ആയിക്കോ, പെട്ടെന്ന് റെഡി ആയിക്കോ. കണ്ടോ മോനെ, 5 മിനിറ്റ് നിൽക്കുള്ളൂ, സെക്കൻഡുകളിൽ നിൽക്കുള്ളൂ. ചോദിച്ചാ കണ്ടോ, സംസാരിക്കാൻ പറ്റുമോ? இது மூச்சு விடாம பாடுற பாட்டு சொன்னாங்க. இட் இஸ் ஹியூமன்லி இம்பாசிபிள் டு சிங் எ சாங் லைக் திஸ். நான் இந்த படியேறி வந்த போதே மூச்சு வாங்குறது. 4-5 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன். ஆனாலும் கை தட்டி ஆசீர்வாதம் பண்ணுங்க. இளைய நிலா ஒழுகிறதே இதயம் வரை நனைகிறதே. உல போகும் மேகம் கணக்கானவே விழா காணவே வாழ்னவே. இளைய நிலா ஒழுகிறதே இதயம் வரை நனைகிறதே. இது எனக்கு ரொம்ப பிடிச்ச சாங். நீங்கள்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி வணக்கம். മനസ്സിലായോ? നിനക്ക് മനസ്സിലായി മോനെ? ഒരുത്തന് രൂപമാറ്റം വരാനുള്ള ഒരു ഗുളിക ഞാൻ കൊടുത്തു വിട്ടല്ലേ. അവൻ പാട്ടുകാരൻ, ഗസൽ ഗന്ധർവൻ ഹരിഹരന്റെ രൂപത്തിൽ ഇപ്പൊ ഇവിടെ എത്തും. അതുകൊണ്ട് അടുത്ത ഗുളിക നിനക്ക് തരുന്നത് ഹരിഹരന്റെ ഗുളികയാണ്. ഹരിഹരന്റെ ശബ്ദത്തിൽ പാടുക, അവൻ ഹരിഹരന്റെ രൂപത്തിൽ ഇവിടെ വരും.
സംഗതി അല്ലേ അങ്ങ് പോയി. മോനെ അടുത്തൊരു ഗുളികയുണ്ട്, വേണുഗോപാലിന്റെ ശബ്ദത്തിൽ പാടുന്ന ഗുളികയാണ്. വേണുഗോപാൽ കണ്ടോ, ഒത്തിരി അവാർഡുകളൊക്കെ ഫ്ലാറ്റ് മേടിക്കാനുള്ള. മോനെ ഇപ്പൊ ഞാൻ അവന് രൂപത്തിനൊരു ഗുളിക കൊടുത്ത ഹരിഹരനായിട്ട് വന്നോളൂ. അപ്പൊ തന്നെ അവൻ ബാലചന്ദ്രനായിട്ട് വന്നേക്കണണ്ട. ബാലചന്ദ്രന്റെ ഗുളിക കഴിച്ചിട്ട് വന്നേക്കണണ്ട. കണ്ട അവന്റെ ബാലചന്ദ്രൻ ഒന്ന് കാണാം. നമുക്ക് ബാലചന്ദ്രൻ ഒന്ന് കാണാം. മോനേടാ വാ, ഇപ്പൊ വരും നീ ധൈര്യമായിട്ട് ഇപ്പം കണ്ടോ, ഒറ്റ ഗുളിക കഴിച്ചിട്ട് എനിക്ക് തൃപ്തിയായി. മോനേടാ ഈ സമയത്തിനുള്ളിൽ നീ ഒരൊറ്റ ഗുളിക കഴിച്ചോ, വേറെ ആർക്കും ഇല്ല, ഇനി ഒരൊറ്റ തീരാനുള്ളൂ. എം ജി ശ്രീകുമാറിന്റെ ഗുളിക. ഡയലോഗ് പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സൂക്ഷിക്കണം, സെക്കൻഡുകളുള്ളൂ, പെട്ടെന്ന് പറഞ്ഞു. ശരാശരി ഗെയിമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലിന് വേണ്ടി ഞാൻ ആലപിച്ച ഈ ഗാനം ആരാലപിച്ചു? കുഴപ്പിക്കണ ചോദ്യമാണല്ലോ. ശരിയായ ഉത്തരം പറഞ്ഞാൽ 10,000 രൂപയുടെ സമ്മാനമുണ്ട്. കുഴപ്പിക്കണ ചോദ്യമാണല്ലോ. 10,000 രൂപയുടെ സമ്മാനമുണ്ട്. ആരോടും ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചിട്ടുണ്ടല്ലേ?
ഞാൻ രായമാണിക്കം. യവൻ പുലിയാണ് കേട്ടാ, പക്ഷേ മോട്ട കണ്ട ഏട്ട പേടുമണ്ണ അല്ലേ കലിപ്പ് തീരണല്ലേ. ചെല്ലക്കിളി ഇവിടെ പാട്ടുകളൊക്കെ ഇല്ലേ എങ്കിൽ ഇട്ട് പോടെ. രായമാണിക്കം ഒരു വരവൂടെ വരണ്ടി വരും കേട്ടാ. പുലി തന്നെ കേട്ടാ. ഇനി നിന്റെ വണ്ണത്തിന് എന്റെ സൈസിനും പറ്റിയ ഒരാളുടെ ഗുളിക തരാം. എന്റെ സൈസിന് നിന്റെ സൈസിന് പറ്റിയത് ഇത് അദ്നാൻ സാമി എന്ന് പറഞ്ഞൊരു ഗായകനാണ്. ഒത്തിരി ആൽബങ്ങളൊക്കെ പാടിയിട്ടുള്ള, മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൂപ്പറായിട്ടും കഴിച്ചോ. വരുവോ? ഇപ്പൊ വരുവടാ.